അമേരിക്കയുടെ ശക്തമായ നയതന്ത്ര സമ്മർദ്ദത്തിനു വഴങ്ങി നിക്കരാഗോയിലെ സ്വേച്ഛാധിപത്യ സർക്കാർ ഡസൻ കണക്കിന് രാഷ്ട്രീയ തടവുകാരെയും ക്രിസ്ത്യാനികളെയും പാസ്റ്റർമാരെയും ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. നിക്കരാഗോ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെ ഭരണകൂടമാണ് ഈ തീരുമാനമെടുത്തത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്ക തടവിലാക്കിയതിന് പിന്നാലെയാണ് യുഎസ് സമ്മർദ്ദത്തെ തുടർന്ന് നിക്കരാഗ്വെ ഡസൻ കണക്കിന് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചത്. കൃത്യമായി എത്ര പേരെ മോചിപ്പിച്ചുവെന്ന് സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും 10ഓളം തടവുകാരെ മോചിപ്പിച്ചതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കനുസരിച്ച് ഏകദേശം 20നും 30നും ഇടയിൽ ആളുകളെയാണ് വിട്ടയച്ചിരിക്കുന്നത്. നിക്കരാഗോയിൽ 60ലധികം രാഷ്ട്രീയ തടവുകാർ അന്യായമായി തടവിലാക്കപ്പെട്ടിട്ടുണ്ടെന്ന് യുഎസ് എംബസി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇവർക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് അമേരിക്ക നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു. നിക്കരാഗോയിലെ ഡാനിയൽ ഒർട്ടേഗയുടെ നേതൃത്വത്തിലുള്ള സ്വേച്ഛാധിപത്യ സർക്കാർ സമീപകാലത്തായി 16,500ലധികം മതപരമായ പ്രവർത്തനങ്ങൾ നിരോധിച്ചതായി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. അഭിഭാഷക മാർത്ത പട്രീഷ്യ മോളിന പുറത്തുവിട്ട നിക്കരാഗോ പീഡിപ്പിക്കപ്പെടുന്ന സഭ എന്ന റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരം കത്തോലിക്ക സഭയ്ക്കെതിരെ 1000ലധികം ആക്രമണങ്ങളാണ് സർക്കാർ നടത്തിയത്. ബിഷപ്പ് റൊളാൻഡോ അൽവാരസിനെ ജയിലിലടയ്ക്കുകയും പീഡിപ്പിക്കുകയും ഒടുവിൽ ബിഷപ്പിനെ നാട് കടത്തുകയും ചെയ്തത് ഡാനിയൽ ഒർട്ടേഗയുടെ കാലത്താണ്. മദർ തെരേസ സ്ഥാപിച്ച സന്യാസിനി സമൂഹമായ മിഷണറീസ് ഓഫ് ചാരിറ്റിയെ 2022 ജൂലൈയിൽ നിക്കരാഗോയിൽ നിന്ന് പുറത്താക്കിയതും ഡാനിയൽ ഒർട്ടേഗയുടെ സർക്കാരായിരുന്നു. 2022 മുതൽ ശക്തമായ ഈ അടിച്ചമർത്തലിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ടുകെട്ടുകയും മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ബിഷപ്പുമാരെയും വൈദികരെയും നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്കൻ സേന പിടികൂടിയതിനു പിന്നാലെ മേഖലയിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും ഈ തീരുമാനത്തിന് കാരണമായതായി കരുതപ്പെടുന്നു. നിക്കരാഗോയുടെ അടുത്ത സഖ്യകക്ഷിയാണ് വെനസ്വേല. തങ്ങൾ 19 വർഷത്തെ ഭരണം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായാണ് ഈ മോചനമെന്നാണ് നിക്കരാഗൻ സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ മോചിപ്പിക്കപ്പെട്ടവർ ആരെല്ലാമാണെന്നോ എന്തുകൊണ്ടാണ് ഇവരെ തടവിലിട്ടിരുന്നതെന്നോ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. മോചിപ്പിക്കപ്പെട്ടവരിൽ പ്രതിപക്ഷ പ്രവർത്തകരും സാമൂഹിക നേതാക്കളും ഉൾപ്പെടുന്നു. മുൻ മേയർ ഓസ്കാർ ഗാഡിയ, സുവിശേഷ പ്രസംഗികനായ റൂഡി പലാസിയോസ് തുടങ്ങിയവർ മോചിപ്പിക്കപ്പെട്ടവരിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിക്കരാഗോയിൽ 2018 നടന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതിനെ തുടർന്ന് 100 കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുകയും ജയിലിലാവുകയും ചെയ്തത്. ഇപ്പോഴത്തെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്.